പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, ഒരു 3 കാര്യം ശ്രദ്ധിക്കാതെ പോവരുത്. ഈ 3 കാര്യം റമദാനിന്റെ ആദ്യത്തെ രാത്രി നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് പറഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടും. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടാൻ റമദാനിന്റെ ആദ്യത്തെ രാത്രി തന്നെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഒരു മനുഷ്യൻ റമദാനിന്റെ ആദ്യത്തെ രാത്രി ഓതിക്കഴിഞ്ഞാൽ ആ വർഷം രക്ഷപ്പെട്ടു എന്നാൻ. ഒരു തരത്തിലുള്ള ആപത്തോ മുസീബത്തോ കണ്ണേറോ അവനെ ഏൽക്കില്ല. ഏതാണ് ആ സൂറത്ത്? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. കൂട്ടത്തിൽ റമദാൻ മാസം വരുന്നു, റമദാനിന്റെ നോമ്പിന്റെ നിയ്യത്ത്, അതൊക്കെ എങ്ങനെയാണ് ഉസ്താദ്, ഞങ്ങൾ മറന്നുപോയി, എങ്ങനെ പറയണം? ഇൻഷാ വിശദമായി ആ നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തി തരുന്നുണ്ട്. ഒന്ന് അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽ ഫായിസീന അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മഗ്‌രിബോട് കൂടി അൽഹംദുലില്ലാഹ് പിറ കണ്ടാൽ അൽഹംദുലില്ലാഹ് പുണ്യമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ കടക്കും. അല്ലാഹു തആല റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രതീക്ഷയുടെ രാവാണ്. അൽഹംദുലില്ലാഹ് ഏതാനും ദിവസങ്ങളും നമുക്ക് പറയാനില്ല, മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ അതിഥിയാകുന്ന, നമ്മൾ കാത്തിരുന്ന് ദുആ ചെയ്ത് നമ്മൾ സ്വീകരിക്കുന്ന, നമ്മൾ ഒരുപാട് കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്നും പോയതാണ്. കഴിഞ്ഞ വർഷം നമ്മളോട് സലാം പറഞ്ഞു പോയതാണ്. ആ അതിഥി വീണ്ടും വരികയാണ്. വെറുതെ വരികയല്ല, നമ്മൾ ക്ഷണിച്ചിട്ട് വരികയാണ്. അൽഹംദുലില്ലാഹ് ദുആ ചെയ്ത് ആമീനൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ദുആഇന്റെ ഒക്കെ ഫലമായി റമദാനിലേക്ക് നമ്മൾ എത്തുന്നു. റമദാൻ നമ്മളിലേക്ക് എത്തുന്നു. അള്ളാഹു ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റമദാനിനെ സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളുടെ പരീക്ഷാ കാലമൊക്കെ വരികയാണ്. മാത്രമല്ല റമദാൻ ഈ ആദ്യത്തെ 10 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന് ചോദിക്കേണ്ട 10ഒക്കെയാണല്ലോ. പക്ഷെ നമുക്കിന്ന് പല യുവാക്കൾക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പൊ നോമ്പൊക്കെ പിടിച്ച് ഖുർആനൊക്കെ ഓതി വെറുതെ ഇങ്ങനെ മുഷിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. കാരണം എന്റർടൈൻമെന്റ് ആയിട്ട് ഇപ്പൊ ലോകകപ്പ് 2020 ക്രിക്കറ്റ് നടക്കുകയാണ്. അപ്പൊ പിന്നെ സുഖമായി, നോമ്പാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ചാരിക്കിടന്നിട്ട് മൊബൈലിൽ ഈ ക്രിക്കറ്റ് ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കാം. രാവിലെ 11 മണിക്കുണ്ട്, പിന്നെ ഉച്ച കഴിഞ്ഞുണ്ട്, പിന്നെ രാത്രിയുണ്ട്. അപ്പോൾ എന്താണ്, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തറാവീഹ് നിസ്കരിക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്ന് ചിന്തിക്കുന്ന എല്ലാവരുമല്ല, ചില ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, റമദാൻ അത് നഷ്ടപ്പെട്ടു പോയാൽ, റമദാനിനെ മൈൻഡ് ചെയ്യാതെ പോയാൽ, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റമദാനിന്റെ ഒരു നോമ്പ് മനഃപൂർവ്വം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ ബാക്കിയുള്ള ഒരു വർഷം മുഴുവനും അവൻ നോമ്പ് പിടിച്ചാൽ പോലും ഈ റമദാനിൽ നോമ്പ് പിടിച്ച പ്രതിഫലം പോലെ കിട്ടൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് റമദാനിന്റെ ഓരോ സെക്കൻഡും നമുക്ക് ഒഴിവാക്കാനില്ല. ക്രിക്കറ്റൊക്കെ അവിടെ നടക്കട്ടെ. ഇപ്പൊ ഏത് ടീം ജയിച്ചാലും തോറ്റാലും എനിക്കും നിങ്ങൾക്കും ഒന്നുമില്ല അല്ലെ. എനിക്കും നിങ്ങൾക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം അല്ലെ. നമ്മൾ തന്നെ അധ്വാനിക്കില്ല, അത് അവര് കൊണ്ടുവന്ന് നമുക്ക് തരൂല. പിന്നെ ഒരു സന്തോഷം, ഒരു സ്പിരിറ്റ്. ഉസ്താദെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് മൊയ്ലിയാക്കന്മാരല്ലേ, ഉസ്താദുമാരല്ലേ, ഞങ്ങൾക്ക് യുവാക്കളാണ്, ഞങ്ങൾക്ക് ഇപ്പോ പിന്നെ ഞാനും ഒക്കെ ഇപ്പൊ അങ്ങനെ നമുക്കിപ്പോ അത് 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ആരാണ് ജയിച്ചത് തോറ്റത് എന്ന് അറിയാനുള്ള ഒരു ത്വര സ്വാഭാവികമാണല്ലോ, ഉണ്ടാകും. അതിനേക്കാൾ ഉപരിയായി കുത്തിയിരുന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയാം. എന്തുമാവട്ടെ, ഖൈറാവട്ടെ, അല്ലാഹു തആല പരിശുദ്ധമായ റമദാനാണ്. റമദാനിന്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഞാനും നിങ്ങളും നിൽക്കാൻ പാടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ട, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഏകദേശം ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ തന്നെ പിറ കണ്ടു, കാപ്പാട് നിലാവ് കണ്ടു, അല്ലെങ്കിൽ അവിടെ നിലാവ് കണ്ടു എന്നൊക്കെ അറിയാൻ പറ്റും. ചിലപ്പോൾ 7 മണിയാവാം, 7:30 ആവാം, ചിലപ്പോൾ 8 ആവാം, ചിലപ്പോൾ 9 മണി വരെ ഒക്കെ വന്ന് ആ ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാലുമാര് പിറ കണ്ട ആളുകൾ വന്ന് പറഞ്ഞത് ഉറപ്പിച്ചിട്ടൊക്കെ അത് സ്ഥിരീകരിക്കുന്ന ആ ഒരു താമസം ചിലപ്പോൾ 9 മണിയാവാം. എന്തുമാവട്ടെ, പിറ കണ്ടു, നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, ഞാൻ ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു 3 കാര്യമുണ്ട്. അത് ഇന്നത്തെ ക്ലാസ് നമുക്ക് വിശദമായിട്ട് പറയാം. നമ്മൾ സാധാരണ പിറ കണ്ടു എന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ പിറ കണ്ടാൽ നമ്മളൊരു ദുആ പറയും, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർള റബ്ബുനാ വറബ്ബുകല്ലാ എന്നുള്ള ദുആ. അത് പല രൂപത്തിലും വന്നിട്ടുണ്ട്.
ആ ദുആ പല വാക്കുകളും ചേർത്തും കുറച്ചുമൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ആ ദുആ പറയുന്നത് പ്രത്യേകം സുന്നത്താണ്. പിന്നെ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ പിറ കണ്ടു എന്ന് മനസ്സിലായാൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ നല്ലതാണ്. അതൊക്കെ ഈ റമദാനിലും ബാധകമാണ്. റമദാനിലും ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പോലെ നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ പക്ഷേ റമദാൻ 1-ാം രാവാവാം, നിലാവ് കണ്ടില്ലെങ്കിൽ ശഅബാൻ 30-ാം രാവാവാം. നിലാവ് കണ്ടാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് 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 ഒരു 3 വട്ടം ഹംദ് പറയുക. കാരണം എത്രയോ ആളുകൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമാണ് വിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തരുന്നത്. അപ്പൊ ആ ഒരു സ്തുതി നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവണം. ഹംദ് പറയണം. ശേഷം അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന എന്ന് തുടങ്ങുന്ന ദുആ പറയുക. സൂറത്തുൽ മുൽക്ക് പറ്റുമെങ്കിൽ ആ സമയത്ത് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ പാരായണം ചെയ്യുക. പിന്നെ തറാവീഹിനുള്ള ഒരുക്കമായിരിക്കും അല്ലെ. അൽഹംദുലില്ലാഹ് തറാവീഹ് നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് തറാവീഹ് നമസ്കാരം. ഇപ്പോഴേ കമന്റിലൂടെ പലരും ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾ കഴിഞ്ഞ വർഷം തറാവീഹ് നിസ്കരിച്ചതാണ്, ഞങ്ങൾക്ക് അതിന്റെ കൃത്യമായ രൂപമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, എങ്ങനെയാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്, അതിന്റെ നിയ്യത്ത് എന്താണ്, അതിന്റെ റക്അത്തുകൾ എങ്ങനെയായിരുന്നു, പിന്നെ ഓതേണ്ട സൂറത്തുകൾ എങ്ങനെയായിരുന്നു, അതിന്റെ കൃത്യമായ ടൈം എപ്പോഴാണ്, പിന്നെ ഒരാൾക്ക് ഇശാ നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ, പിന്നെ ഈ തറാവീഹിന് ശേഷം ഏതോ ദുആ ഉണ്ടെന്നൊക്കെ കേട്ടു, ആ ദുആ അറിയില്ല, അതെങ്ങനെയാണ് ഓതേണ്ടത്, പിന്നെ ഈ നോമ്പിന്റെ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് തറാവീഹ് നമസ്കാരവുമായി നമ്മൾ വർഷത്തിൽ ഒരൊറ്റ മാസം മാത്രം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം അല്ലെ. നമ്മൾ തഹജ്ജുദ് നിസ്കാരം നമ്മൾ എല്ലാ ദിവസവും പറ്റുന്നത് പോലെയൊക്കെ നിസ്കരിക്കുന്നവരാണ്. ദുഹാ നിസ്കാരം നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം നിസ്കരിക്കുന്നവരാണ്. അതുപോലെ മയ്യത്ത് നിസ്കാരം സുന്നത്താണ്, അതും നിസ്കരിക്കുന്നവരാണ്. പിന്നെയോ നമ്മൾ ഫർളായ നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തസ്ബീഹ് നിസ്കാരവും റമദാനിൽ മാത്രമല്ലാതെ മറ്റു സമയങ്ങളിലൊക്കെ നിസ്കരിക്കുന്ന ഉമ്മമാരും വാപ്പമാരൊക്കെ ഉണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിൽ മാത്രം സ്പെഷ്യലായി നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം, ആ നമസ്കാരത്തിന്റെ വ്യക്തമായ രൂപവും അതിന്റെ കോലവും ഒക്കെ വിശദമായി പറയുന്ന ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അപ്പൊ നാളെ ഒന്നുകൂടി നമുക്ക് ഓർത്തിരിക്കാൻ സൗകര്യമാണ്. അപ്പൊ അതുകൊണ്ട് നാളെ തറാവീഹ് നമസ്കാരത്തിന്റെ വീഡിയോ നമ്മൾ രാവിലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. എല്ലാവരും അത് കാണണം, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകാൻ പാടില്ല കേട്ടോ. പറഞ്ഞു വന്നത്, വിശുദ്ധമായ റമളാനിന്റെ പ്രഥമ രാത്രി ഒരു പക്ഷേ നാളെയാവാം. അങ്ങനെയാണെങ്കിൽ 3 കാര്യം മഹാന്മാര് പറയുന്നു. ഒരു മനുഷ്യൻ വിശുദ്ധ റമളാനിന്റെ മറ്റു മാസങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത റമളാനുണ്ട്. ആ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ രാവിൽ, അതായത് നാളത്തെ മഗ്‌രിബിന് ശേഷം ഒരുപക്ഷെ നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് 3 കാര്യം. അതിൽപ്പെട്ട ഒന്നാണ് കൻജു നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ ഹഫിള ദാലിക്കൽ ആം. അല്ലാഹുവേ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസായിട്ടാണ് പറയുന്നത്, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതാറുണ്ടല്ലോ സൂറത്തുൽ ഫത്ഹ് റമളാൻ മാസത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ, അതായത് ഒരു പക്ഷേ നാളെ ചൊവ്വാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നാളത്തെ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ മഗ്‌രിബിന് ശേഷം ഒരു പക്ഷെ നിലാവ് കണ്ടാൽ പിന്നെ നമ്മൾ അൽഹംദുലില്ലാഹ് റമളാനിലേക്ക് കടന്നു. പിന്നെ ഇശാ നിസ്കാരം ഉണ്ടാകും. ഇശാ നിസ്കാരം ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ആണുങ്ങളെ ശ്രദ്ധിക്കുക, പള്ളിയിൽ തന്നെ പോവുക. അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്, അത് കഴിഞ്ഞിട്ട് തറാവീഹ് നമസ്കാരം ഉണ്ടാകും, അത് കഴിഞ്ഞ് വിത്ർ നിസ്കാരം ഉണ്ടാകും. അതൊക്കെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി നിസ്കരിക്കുക. അതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് സാവകാശം ഇൻഷാ അല്ലാഹ് നാളത്തെ രാത്രി, അത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സൂറത്തുൽ ഫത്ഹ് ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, നാളത്തെ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ നിലാവ് കണ്ടാൽ, ഇനി നാളെ നിലാവ് കണ്ടില്ല എങ്കിൽ ബുധനാഴ്ച ശഅബാൻ 30 ആവുമല്ലോ. അപ്പോ ബുധനാഴ്ച രാത്രി, നാളെ നിലാവ് കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച രാത്രി ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. എന്ത്? മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ് ഒരു മനുഷ്യൻ ഓതിയാൽ ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ഹഫിള ദാലിക്കൽ ആം, ഒരു കൊല്ലം, ഈ 2026 എന്ന് പറയുന്ന വർഷം കൂട്ടത്തിൽ 2027 ആദ്യത്തെ 2 മാസം, ആ ഒരു വർഷക്കാലം അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാകും. എന്തിൽ നിന്നുള്ള കാവലാണ്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള, അപകടങ്ങളെ തൊട്ടുള്ള, മോശം മരണത്തെ തൊട്ടുള്ള, ദാരിദ്ര്യത്തെ തൊട്ടുള്ള, അതുപോലെ തന്നെ നിഫാഖിനെ തൊട്ടുള്ള, കാപഢ്യം വരുന്നതിനെ തൊട്ടുള്ള, എല്ലാ തരത്തിലുള്ള ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള കാവൽ അള്ളാഹു അവനിക്ക് കൊടുക്കും. എന്ത് ചെയ്യണം? സൂറത്തുൽ ഫത്ഹ് റമളാനിന്റെ ആദ്യത്തെ രാത്രി
ആ തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വിത്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഓതിയാൽ മതി. ആ കൂട്ടത്തിൽ ഏതും കൂടെ ഓതണം, നമ്മുടെ സൂറത്തുൽ മുൽക്കും കൂടി ഓതിയാൽ അൽഹംദുലില്ലാ ഈ റമദാൻ നമുക്ക് വളരെ റാഹത്തായിരിക്കും. തീർന്നില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസായി പറയുന്നു, വസിഅല്ലാഹു തആല റിസ്ഖഹു, അല്ലാഹു തആല അവന്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ് ഒരു വർഷത്തേക്ക്. വഫതഹ അലൈഹി, അവന്റെ മേൽ എല്ലാ ഖൈറിന്റെയും വാതിലുകൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നതാണ്. മിൻ ഖൈറു ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ഖൈർ ആഖിറത്തിലെയും ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മലമറിക്കുന്ന ജോലിയൊന്നുമല്ല, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നാളെ ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം നിലാവ് കണ്ടു എന്ന് നമുക്ക് വാർത്ത കിട്ടിയാൽ നാളത്തെ മഗ്രിബ് കഴിഞ്ഞ് പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് സാവകാശം സൂറത്തുൽ ഫത്ഹ് ഓതാൻ മറക്കണ്ട. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും ഓതാൻ വിട്ടുപോവണ്ട. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ശരീരത്തിന് ആഫിയത്ത് കിട്ടണം, രോഗങ്ങൾ മാറണം, കടങ്ങൾ മാറണം, പാപങ്ങൾ പുറത്തു കിട്ടണം, ആവശ്യങ്ങൾ നിറവേറണം, ടെൻഷനുകൾ മാറണം, ദുനിയാവും ആഖിറവും ഒക്കെ വിജയിക്കണം, റമദാൻ അനുകൂലമാവണം. എല്ലാം നമുക്ക് ഈ ഒരൊറ്റ രാത്രി ശ്രദ്ധിച്ചാൽ കിട്ടുമെന്നാണ് കേട്ടോ. ഇനി എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് ഏതെങ്കിലും ഒരു സമയത്ത് ഓതാൻ പറ്റിയാൽ റമദാനിന്റെ അത് ഏറ്റവും വലിയ ഖൈറാണ്. പിന്നെ റമദാനിന്റെ ആദ്യത്തെ രാത്രി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസായി വന്നിട്ടുണ്ട്, റമദാനിന്റെ ആദ്യത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് അവന്റെ അടിമകളിലേക്ക് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുന്നതാണ്, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. വമൻ നളറ ഇലൈഹി ലം യുഅദ്ദിബുഹു, അല്ലാഹു ഒരു മനുഷ്യനിലേക്ക് ആ നോട്ടം പതിപ്പിച്ചാൽ, ആ നോട്ടം അല്ലാഹുവിന്റെ നോട്ടം കിട്ടിയാൽ പിന്നെ ശിക്ഷയുണ്ടാവില്ല. അതിനാൽ ആദ്യത്തെ രാവിൽ, റമദാനിന്റെ ആദ്യത്തെ രാവ് പലപ്പോഴും അശ്രദ്ധമായി പോകും. റമദാൻ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂല്ലോ, ഇത് ആദ്യത്തെ തറാവീഹ് നിസ്കാരമല്ലേ, ഇപ്പൊ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ, കുറച്ചുകൂടെ 2-3 ദിവസം കൂടെ പോട്ടെ, എന്ത് നിസ്കരിക്കാം, അങ്ങനെയൊന്നും വിചാരിക്കരുതേ. റമദാനിന്റെ ആദ്യത്തെ രാവിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇബാദത്ത് ചെയ്യണേ. ആരെങ്കിലും അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവനിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല അവനിക്ക് അള്ളാഹു തആല ഈമാൻ സലാമത്താക്കി കൊടുക്കുന്നു. അതുകൊണ്ട് അള്ളാഹിന്റെ നോട്ടം കിട്ടണം. ആ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്നത് ആർക്കാണ്? കൃത്യമായി നിസ്കരിക്കുന്നവർക്കാണ്, ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്, മനസ്സിൽ പിണക്കമില്ലാത്തവർക്കാണ്, വഴക്ക് കൂടാത്തവർക്കാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, റമദാൻ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിലാണെന്ന് ഒരു സ്ഥലത്തും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെ? റമദാൻ 27-ാം രാവ്, റമദാന്റെ 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഒരു സ്ഥലത്തും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ചില സൂചനകളേ ഉള്ളൂ. അതിനാൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ റമദാനിന്റെ 1 മുതൽ 30 വരെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, റമദാനിന്റെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആദ്യത്തെ രാവ് ആവാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമദാനിന്റെ ആദ്യത്തെ രാവിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക, അത് നമ്മൾ മറക്കാൻ പാടില്ല. മൻ സല്ലൽ മഗ്രിബ വൽ ഇശാഅ ഫീ ജമാഅത്തിൻ ഫഖദ് അസ്വാബ മിൻ ലൈലത്തിൽ ഖദ്രി മിൻ ഹല്ലിൻ വാഫിറ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളത്തെ മഗ്രിബ് നിസ്കാരവും അതുപോലെ ഇശാ നിസ്കാരവും ശേഷമുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ ജമാഅത്തോടു കൂടി പറ്റുന്നത് പോലെ നിസ്കരിച്ചാൽ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ ഒരു പുണ്യം കിട്ടും. ഉമ്മമാരെ വീട്ടിൽ ജമാഅത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. ഇനി ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് തന്നെ നിസ്കരിക്കുക. ഇനിയിപ്പോ ഇപ്പൊ തറാവീഹ് നിസ്കരിക്കാൻ മറ്റുള്ള വീട്ടിലേക്ക് പോകുമെങ്കിൽ അങ്ങനെ പോയിക്കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ ചെന്നിട്ട് റമദാനിന്റെ ആ ഒരു പുണ്യമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ചില മോശപ്പെട്ട വർത്തമാനങ്ങളോ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റവും കുറവൊക്കെ പറയാൻ സാധ്യതയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ അവിടെ പോയി നിസ്കരിക്കുന്നതുകൊണ്ട് തെറ്റാണെന്നല്ല, ഒരു വീട്ടിലെല്ലാ സഹോദരിമാരും കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ അതൊന്നും കൂടി ഖൈറാണ് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ വർഷമാണോ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഏതോ ഒരാള് പറഞ്ഞു, അർഷദ് ബദർ ഉസ്താദ് പറഞ്ഞു, സ്ത്രീകൾ ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു വീട്ടിൽ എല്ലാ ഉമ്മമാരും പോയി നിസ്കരിക്കുന്നുവെങ്കിൽ അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റ് മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ കുറ്റവും കുറവൊക്കെ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ നല്ലത്. എന്തിനാ വെറുതെ നമ്മൾ ആ നിസ്കരിച്ച പ്രതിഫലം കളയുന്നത്? ഇനി അങ്ങനെയൊന്നുമില്ല, നിസ്കരിച്ച ഉടൻ തന്നെ പുറത്തേക്ക് പോന്നു. പിന്നെ ഈ രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഉമ്മമാര് പായും തലങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ അതൊരു നല്ല കാര്യമില്ല. ഇനി ആരെങ്കിലും ഒക്കെ ആക്കി തരുകയാണ്, ഇപ്പൊ മകനുണ്ട്, മോൻ ബൈക്കിൽ കൊണ്ടുപോയി ആക്കി തന്നു, അല്ലെങ്കിൽ കാറിൽ കൊണ്ടുപോയി ആക്കി തന്നു, എങ്കിലൊക്കെ പ്രശ്നമില്ല. ഒറ്റക്ക്
അങ്ങനെ ഇറങ്ങി നടക്കുന്ന ആ ഒരു പ്രവണത അത് നല്ലതല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ നിസ്കരിച്ചാൽ, ഒറ്റക്ക് നിസ്കരിച്ചാൽ, വീട്ടിലിപ്പോൾ മകളുണ്ട്, മരുമോളുണ്ട്, അവരുമായിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്നുവെങ്കിൽ അത് ഖൈർ. ഇനിയിപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിൽ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഏത് റമളാനിന്റെ ആദ്യത്തെ രാവ് ചില ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രാവിനെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണേ. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് വരികയാണ്, കാത്തിരുന്ന് ഞങ്ങളിലേക്ക് വരികയാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാനിന്റെ നോമ്പിന്റെ നിയ്യത്ത് അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാം. പിന്നെ ഇനി അഥവാ ഇനിയിപ്പോൾ നാളെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു, അപ്പോൾ നാളത്തെ രാത്രി എന്താണ് നമ്മൾ നോമ്പിന്റെ നിയ്യത്ത് വെക്കണം. അപ്പോൾ നോമ്പിന്റെ നിയ്യത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? റമളാനിന്റെ റമളാനിൽ പിടിക്കുന്ന നോമ്പിന്റെ നിയ്യത്തൊക്കെ തലേ രാത്രി തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ നാളെ നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ എന്ത് ചെയ്യുക? നിയ്യത്ത് വെക്കാൻ നമ്മൾ മറന്നു പോകരുത്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി. ഇതാണ് നോമ്പിന്റെ നിയ്യത്ത്. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഈ മഗ്‌രിബിന് ശേഷമുള്ള നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ടല്ലോ, നമുക്ക് ആ മജ്‌ലിസിൽ തന്നെ നമുക്ക് എന്ത് പറയാം? ഈ നിയ്യത്ത് പറയാം. അപ്പോൾ പല ഉമ്മമാരും ചിലപ്പോൾ ആ മജ്‌ലിസൊക്കെ കേട്ടിട്ടായിരിക്കും കിടക്കും, അപ്പോൾ നമുക്കത് ഓർമ്മ വരുമല്ലോ. അൽഹംദുലില്ലാഹ് ഖൈർ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പ്, ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ. പലരൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ മനസ്സിൽ കരുതിയത് ഈ റമളാൻ കഴിയുമ്പോൾ അങ്ങോട്ട് കൊളസ്ട്രോൾ കുറയണം, യൂറിക് ആസിഡ് കുറയണം, ഒന്ന് മെലിയണം, ഒന്ന് തൂക്കം കുറയണം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട. നോമ്പ് പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായ ലക്ഷ്യം നമുക്ക് തഖ്വയുണ്ടാവണം, നമുക്ക് സൂക്ഷ്മതയുണ്ടാവണം. ഇപ്പോൾ കേരളക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വർഷത്തെ നോമ്പ് ഏകദേശം ഒരു 13-13.25 മണിക്കൂർ ഏകദേശം ഉണ്ടാകും. ചില ജില്ലകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം. 13 മണിക്കൂർ അല്ലെങ്കിൽ 13.25 മണിക്കൂറൊക്കെ ആയിരിക്കും ഏകദേശം നോമ്പുണ്ടാവുക. ചില രാജ്യങ്ങളിലൊക്കെ 20 മണിക്കൂറും 21 മണിക്കൂറൊക്കെ നോമ്പുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കണം കേട്ടോ. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, വാപ്പമാരെല്ലാവരും താഴത്തിലും പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷമുള്ള സമയത്തൊക്കെ ആയി പല പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നിർജ്ജലീകരണം കൊണ്ട് പല അസ്വസ്ഥതകളൊക്കെ വ്യാപിക്കുന്ന കാലമാണ്. അല്ലാഹു തആല എല്ലാ അസുഖങ്ങളും തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ ദുആ ചെയ്ത് നമ്മൾ കാത്തിരുന്ന ആ റമളാനൊക്കെ നമ്മളിലേക്ക് വരുകയാണ്. അല്ലാഹു തആല ആ റമളാനിനെ സ്വീകരിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞ് നമുക്ക് റമളാനെ സ്വീകരിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിശാലമായ ക്ലാസ് നമുക്ക് പറയാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് കമന്റിലൂടെ ദ്വാരക്കാൻ പറഞ്ഞു, നേരിട്ട് കണ്ട് പറഞ്ഞു വരുന്നു, ഫോണിൽ വിളിച്ച് പറയുന്നവർ. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമ പ്രയാസ സങ്കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ. കടങ്ങൾ വീട്ടി തരട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. രോഗങ്ങൾ എന്തെല്ലാം ഉണ്ട് എല്ലാ അസുഖങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.